ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാജ്യത്ത് പശുവിൻ്റെ പേരിലുള്ള കൊല നടന്നിരിക്കുകയാണ്. പശു മോഷണം ആരോപിച്ച് 45 വയസ്സുകാരനായ പപ്പു അൻസാരിയെയാണ് ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. ഗോഡ ജില്ലയിലെ മദിഹാനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ആൾക്കൂട്ടം പപ്പു അൻസാരിയുടെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയത് ആരാണെന്ന് വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ കൊല ചെയ്യപ്പെട്ട ഇരയാക്കപ്പെട്ട പപ്പു അൻസാരി ക്രിമിനലാണെന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ മുമ്പ് കേസുകളുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ജയിലിൽ കിടന്നുവെന്നും പോലീസ് സൂപ്രണ്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അക്രമം ചെയ്ത കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് പകരം മർദ്ദിതനായ, മരിച്ചുപോയ, കൊല്ലപ്പെട്ട ഒരു ഇര അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് സ്ഥാപിക്കുകയാണ് BJPയുടെ പോലീസ്. ആ പറയുന്നതിന് അർത്ഥം പപ്പു അൻസാരി കൊല്ലപ്പെടേണ്ടവനാണ്, അദ്ദേഹം കുറ്റക്കാരനാണ് എന്നാണ് BJPയുടെയും RSSൻ്റെയും പോലീസിൻ്റെയും ഭാഷ്യം. വാഹനം തടഞ്ഞു നിർത്തുകയും പേര് ചോദിക്കുകയും ചെയ്ത ശേഷമാണ് ആക്രമിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിഷ ബീഗം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പപ്പു അൻസാരി ഒരു കുറ്റത്തിലും പ്രതിയല്ലെന്നും അദ്ദേഹം നിയമാനുസൃതം രാജ്യത്ത് ജീവിക്കുന്ന ആളാണെന്നും സഹോദരൻ ഫുർഖാൻ അൻസാരി പറയുകയുണ്ടായി. RSS ബജ്റംഗ് ദൾ ഗുണ്ടകൾക്ക് നിയമം കയ്യിലെടുക്കാം എന്ന സ്ഥിതിയാണ് രാജ്യത്തുള്ളത്. അവർക്ക് എല്ലാവിധ സപ്പോർട്ടും പോലീസിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും കോടതികളിൽ നിന്നും ലഭിക്കുന്നു. അവരുടെ ആക്രമണം നിർബാധം തുടരുകയാണ്. അതൊക്കെ സാധാരണ സംഭവമായി നാട്ടിൽ മാറിയിരിക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെ ഗുണ്ടരാജ് നടപ്പാക്കാനാണ് BJPയും നരേന്ദ്രമോദിയും ശ്രമിക്കുന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.